നിത്താരൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഷൂട്ടിനായി നമ്മൾ പോയിട്ടുണ്ടായ റെഡ് മൂൺ ബീച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ പോകുന്ന സമയത്ത് വലിയ തിരക്കുണ്ടായിട്ട്, പക്ഷെ ഉള്ളിലേക്ക് എത്തിയിട്ടാണ് നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ സൺഡേ കൂടിയായിരുന്നു കേട്ടോ പോയത്. ആക്ച്വലി ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് 1-2 മാസമായി. ഇപ്പം അതൊന്ന് എഡിറ്റ് ചെയ്തിടാൻ ടൈം കിട്ടി. അപ്പം നമ്മൾ എത്തുന്നതിനേക്കാൾ ഒരു 5-10 മിനിറ്റ് മുമ്പ് നമ്മളെ ഫോട്ടോഗ്രാഫർ അജിത്തേട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മളും അങ്ങനെ വേഗം എത്തിയിട്ടാ. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, അതിന് നല്ല ട്രാഫിക്കും കാര്യമെല്ലാം ആയതുകൊണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ ഷൂട്ട് തുടങ്ങാൻ വിചാരിച്ചു. കാരണം ക്ലൈമറ്റ് ഒട്ടും നല്ലതല്ല, കാരണം നല്ല മഴ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ട് നമുക്ക് ഈ ഒരു മഴ ഉണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. വലിയ മഴ വരുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും കുറച്ച് ഫോട്ടോസ് ഒക്കെ വേണമെന്നില്ലോണ്ട് എന്തായാലും എടുക്കാലോ വെച്ച് നമ്മൾ ഐറ്റംസ് എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചുകൂടെ ഫസ്റ്റ് ബർത്ത്ഡേ. ഈ ഒരു പാർക്ക് സൈഡ് ആളിനേക്കാളും ഏറ്റവും കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു ബീച്ച് സൈഡ് ആണിട്ട് ഉണ്ടായിരുന്നു. നല്ല മഴയായാലും ബീച്ച് സൈഡൊക്കെ ഇരിക്കാൻ നല്ല രസമല്ല. അതായത് ഇനി ഈ ഒരു ലൊക്കേഷൻ അറിയാത്തവർക്കായിട്ട് ഇത് എക്സാക്ട് വരുന്നത് നമ്മുടെ ബാക്കൽ ഫോർട്ടിന് കുറച്ച് മുമ്പേ ആയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് മാത്രമേ ഉള്ളൂ ബാക്കൽ ഫോർട്ടിലേക്ക്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കൽ ഫോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീട് നോക്കിക്കഴിഞ്ഞാൽ നല്ല വിസിബിളായിട്ട് നമുക്ക് ബാക്കൽ ഫോർട്ട് കാണാം. അങ്ങനെ അത് ഷൂട്ടെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ആ പേച്ചി ആട്ടിനെല്ലാം ഇങ്ങനെ കുഞ്ഞിനെ ചിരിപ്പിക്കാനുള്ള ഓരോ ഇതിലാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കാകുമ്പോൾ പിന്നെയും കുഞ്ഞിനെ ഡെയിലി കണ്ടുകൊണ്ട് അവർക്ക് ആ ഒരു എങ്ങനെ ചിരിപ്പിക്കണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. പിന്നെ എന്താ ഓരോ ഷോട്ടും മിസ്സാക്കാണ്ടത് അജിത്തായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം നമുക്ക് വലിയവർക്ക് ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ എത്രയോ ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങൾക്കെല്ലാം എടുക്കാനല്ലേ. അപ്പോൾ അവരിങ്ങനെ ചിരിക്കുന്നേ നോക്കിയിട്ട് ക്യാമറ ഓൺ ചെയ്ത് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു കോസ്റ്റ്യൂമിൽ നമ്മൾ ഒരു 2-3 ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിന്. നല്ല ക്ലൈമറ്റൊക്കെ ആയിരിക്കും വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇടത്തിട്ടാണ് നല്ല മഴയായതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു കോസ്റ്റ്യൂമിലും കുറച്ച് ഫോട്ടോ അങ്ങ് വേണമല്ലോ വിചാരിച്ചിട്ട് പെട്ടെന്ന് എടുത്തുവിട്ടോ. കുറച്ച് ഇരുന്നിട്ടും നിന്നിട്ടെല്ലാം ആയിട്ട് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുപ്പിച്ച് വേഗം. അതുപോലെ തന്നെ നമ്മൾ ഗിവ് അവേ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ സെക്കൻഡ് ഗിവ് അവേ ആണത്. അപ്പോൾ ഓണം സ്പെഷ്യലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതും 2 പേർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വിന്നർ ആവാനുള്ള ചാൻസ് ചിലപ്പോൾ നിങ്ങളായിരിക്കാം. പിന്നെ പെട്ടെന്ന് നല്ല വലിയ മഴ വന്നു കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി ആടുന്ന് എടുത്താൽ ശരിയാവില്ല. കാരണം ഈ ഒരു ഐറ്റംസ് എല്ലാം നമ്മൾ റെൻ്റ് എടുത്തതായിരുന്നു ആ ഫസ്റ്റ് ബർത്ത്ഡേ ഐറ്റംസ്. അപ്പോൾ അത് നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഇന്ന് തന്നെ കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ അത് ശരിയാവില്ല. അതുകൊണ്ട് പിന്നെ അതിൽ കുറച്ച് ഫോട്ടോസും കിട്ടി ആ ഡ്രസ്സിൽ. പിന്നെ അങ്ങനെ എടുത്ത ഫോട്ടോസ് എല്ലാം ചെക്ക് ചെയ്ത് നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആദ്യം ഓള് കുറച്ച് നല്ല ഹാപ്പി മൂഡിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഫോട്ടോസ് എല്ലാം കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെ നമ്മൾ ഫസ്റ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് സെക്കൻഡ് ഡ്രസ്സ് ഇടാലോ വിചാരിച്ചിട്ട് അങ്ങനെ അത് ചേഞ്ച് ചെയ്യിപ്പിക്കുക. ഡ്രസ്സ് ഊരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഒക്കെ ഈ ഡ്രസ്സ് ഇടിപ്പിക്കാന്ന് പറയുന്നത് ഭയങ്കര പണിയാണ്. അപ്പോൾ ഊരുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ചിരിച്ചിട്ടെല്ലാം നിൽക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയല്ലോ നമ്മൾ സെക്കൻഡ് ഡ്രസ്സ് ഇടിപ്പിച്ചു. എനിക്ക് ഈ ഫസ്റ്റ് ഡ്രസ്സിനേക്കാൾ ഇഷ്ടമായത് ഈ ഒരു സെക്കൻഡ് ഡ്രസ്സാണ് കേട്ടോ. അല്ലേ നല്ല രസമില്ല കാണാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടമായത് എന്നുള്ളത്. പിന്നെ ഫൈനലിൽ നമ്മൾ ഫോട്ടോ കണ്ട സമയത്തും എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. ഈ ഒരു ഡ്രസ്സ് തന്നെയാണ് നല്ല ചേരുന്നുണ്ട് അതിനൊക്കെ. ഇടയ്ക്ക് ഭയങ്കര കരച്ചിലാണ്. ഈ ഹൈഡ്രജൻ ബലൂൺ ഇടയ്ക്ക് പറന്നു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ കരയുന്നത്. അപ്പോൾ അത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടാനും പാടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഇടയ്ക്ക് കരയുന്നുണ്ട്, ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്. അങ്ങനെ അതിൽ കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടി. ഫസ്റ്റത്തേനേക്കാൾ ഈ ഒരു സെക്കൻഡ് ഡ്രസ്സിൽ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസ് എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടാകുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഓളം മൂടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കുറച്ച് സമയം ഹാപ്പി ആണെങ്കിൽ പിന്നെ ഫുള്ള് കരച്ചിലായിരിക്കും. അങ്ങനെയെല്ലാം ആയിട്ട് എങ്ങനെയല്ലോ കഷ്ടപ്പെട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. പിന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി എൻ്റെ വീഡിയോയിൽ അധികം കുഞ്ഞുണ്ടാവലുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനായാലും കുറച്ച് അറിയാത്തവർക്കായാലും വലിയൊരു ഡൗട്ടാണ് ഈ ഒരു കുഞ്ഞ് ആരാന്നില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏട്ടൻ്റെ കുഞ്ഞാണ്. അതായത് ഏട്ടൻ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഏട്ടൻ്റെ മോനായിട്ട് വരും. അങ്ങനെ പിന്നെ നമ്മൾ ആടുന്നെല്ലാം കുറച്ച് ഫോട്ടോസ് എടുത്തു. പിന്നെ നമ്മൾ എല്ലാവരും അടുത്ത് നല്ലതായിട്ട് എടുത്തത്. കാരണം ബാക്ക്ഗ്രൗണ്ട് ഒരേപോലെ വരുമ്പോൾ വലിയ പാങ്ങുണ്ടാവില്ല ലാസ്റ്റായിട്ട് കാണാനായിട്ട്. ഈ ഒരു ടൈമും കുറേ ആൾക്കാരെ ബർത്ത്ഡേ ഉണ്ട് തോന്നുന്നു ഫസ്റ്റ് ബർത്ത്ഡേ തന്നെ. കാരണം നമ്മളെ മുമ്പിലായിട്ട് കുറേ ആൾക്കാർ വേറെയും ഫോട്ടോസും വീഡിയോസ് എല്ലാം എടുക്കുന്നുണ്ടായി. ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. കാരണം ആ ഒരു ഭാഗത്തായിട്ട് അവർ മഴയായതുകൊണ്ട് സൈഡിൽ മാറി. അപ്പോൾ അത് ഞാൻ പറ്റുവാണെങ്കിൽ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല തിരക്കുണ്ട് അതിനിട്ട്. ഇന്ന് പിന്നെ ഒരു ടീം കേക്കും കൊണ്ടെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ കേക്കെല്ലാം ഫുള്ള് മെൽറ്റായിട്ട് ഭയങ്കര സീനായിരുന്നു. എന്തോ ഭാഗ്യം നമ്മൾ കേക്ക് വാങ്ങണമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയും ക്ലൈമറ്റെല്ലാം വിചാരിച്ചിട്ട് പിന്നെ കേക്ക് വാങ്ങാതെ വന്നതാണ്. അതെന്തായാലും നല്ലൊരു തീരുമാനമാണെന്ന് തോന്നുന്നു. നമ്മുടെ വീഡിയോസ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ പേരുണ്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് കാണാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നിത്താരൻ്റെ സൈഡിലായിട്ട് ഈ കാണുന്നൊരു ബ്ലൂ ഡോളി അതെന്റെയാണ് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നത്. പേച്ചി പറഞ്ഞിട്ടുണ്ട് അതിന് എന്തെങ്കിലും എല്ലാം ഉണ്ടെങ്കിൽ എടുത്തോ. കാരണം എന്തായാലും കരയുന്നില്ല ഉറപ്പാണ്. അപ്പോൾ ചിരിപ്പിക്കാനായിട്ട് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കൊണ്ടുവന്നതാണ്. പിന്നെ ആ ഒരു ഫ്ലവറും കാര്യമെല്ലാം ഒറിജിനൽ അല്ല കേട്ടോ. നമ്മൾ റെൻറ്റിന് എടുത്തതാണ്. ആ ബാക്കിയുള്ള ഐറ്റംസിൻ്റെ ഒക്കെ അതും കൂടെ എടുത്തതാണ് കേട്ടോ. പിന്നെ ബലൂണ് മാത്രം പിന്നെ നമുക്ക് തിരിച്ച് കൊടുക്കേണ്ടിയില്ല. കാരണം അതെന്തായാലും പോകുമ്പോൾ മുകളിലേക്ക് പറത്തി വിടാന്നുള്ളൊരു മൈൻഡായിരുന്നു. പക്ഷെ ഇടയ്ക്ക് തന്നെ അത് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു ഏകദേശം 1-2 പിന്നെ അങ്ങനെ ആടുന്നു എടുത്തിട്ട് പിന്നെ മഴ പിന്നെയും വരാൻ തുടങ്ങി. ഈ മഴേനെ കൊണ്ട് ശരിക്കും പറഞ്ഞ ഒരു അലമ്പായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുള്ള സമയത്തായിരിക്കും എപ്പോഴും മഴ വരില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നില്ല. ശരിയല്ലേ. പിന്നെ നമ്മൾ സൈഡിലേക്കെല്ലാം മാറിയിരുന്നു. എൻ്റെ മുടിയെല്ലാം കണ്ട കേസ് ഇങ്ങനെ മഴയെല്ലാം നനഞ്ഞിട്ട് ഇങ്ങനെ കുളിച്ച കാക്കേനെ പോലെ ആടുന്ന് കണ്ട 2 പിള്ളേർ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് മഴയത്ത് ആ കുഞ്ഞിനെ എത്തിയിട്ട്. എന്തായാലും അവർക്ക് കുറച്ച് ഫോട്ടോസ് കിട്ടിയിട്ടാണ്. കാരണം അവർ നമ്മൾ വന്നതിന് ശേഷമാണ് വന്നപ്പോൾ അന്ന് നല്ല മഴയും ഉണ്ടായിന്. അപ്പോൾ അവർക്ക് ഫോട്ടോസ് കിട്ടാത്തതുകൊണ്ട് അവർ ഈ മഴയത്ത് തന്നെ എടുക്കുന്നുണ്ടായിട്ട്. പിന്നെ അവിടുന്ന് കുറച്ച് മാറി നിന്ന് തോന്നി. പിന്നെ ഇവിടെ ഒരു സെൻറ്ററിലായിട്ടാണ് അവർ ഡെക്കറേഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മഴ പെട്ടെന്ന് തന്നെ
തന്നെ കൊള്ളുന്നുണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഡെക്കറേഷൻ ചെയ്ത ഐറ്റംസ് എല്ലാം നനയുന്നുണ്ടായിന്. അവരൊരു സൈഡിൽ മാറി നിന്നിട്ടുണ്ടായിന്. പിന്നെ എന്ത് പറഞ്ഞാലും മഴയായിട്ട് ഈ ഒരു ബീച്ച് സൈഡ് കാണാനായിട്ട് നല്ല രസമുണ്ടായിട്ടാ, നിങ്ങളൊന്ന് നോക്കി. പിന്നെ നമ്മിങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റിനുള്ള ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫാമിലിൻ്റെ ഒക്കെ എല്ലാം വന്നാൽ നല്ല രസമുണ്ടാകും നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇത് നമ്മളിപ്പോൾ ഫോട്ടോഷൂട്ടിന് വന്നുകൊണ്ട് നമുക്ക് നല്ല പണിയായി ശരിക്കും പറഞ്ഞാൽ. പിന്നെ വേറെ വഴിയില്ല, എന്തായാലും മഴയത്ത് നിന്ന് എടുക്കാൻ പറ്റില്ല. പിന്നെ ബർത്ത്ഡേ ആവാനായി, ബർത്ത്ഡേ ഒരു 2 ദിവസം മുമ്പാണ് നമ്മൾ ഈ ഷൂട്ട് എടുക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും നിത്താരാനെ മഴ നനയ്ക്കാനും പറ്റൂല. പനിയെല്ലാം വന്നു കഴിഞ്ഞാൽ സീനാവും ബർത്ത്ഡേ ദിവസം. പിന്നെ അത്യാവശ്യം ഫോട്ടോ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു സൈഡിലേക്ക് മാറി നിന്നിട്ട് എല്ലാം നോക്കുന്നുണ്ട് കേട്ടോ, അപ്പുറപ്പുറമെല്ലാം. പിന്നെ ആ ഒരു സൈഡിൽ നമ്മൾ മാറി നിന്നിട്ട് ജസ്റ്റ് സൈഡിലേക്ക് തിരിയുമ്പോൾ എനിക്കറിയുന്ന വിപിൻ ഫോട്ടോഗ്രാഫർ അവരും ഇതുപോലൊരു ബേബി ഷൂട്ടിനായിട്ട് വന്നത്. എനിക്ക് ഒന്ന് ഫസ്റ്റോ സെക്കൻഡോ ബർത്ത്ഡേ ആണ് കേട്ടോ, സെക്കൻഡാണെന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല. ബേബി ബോയ് ആണ്, അപ്പോൾ അതാണ് കേട്ടോ കുഞ്ഞ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് മഴ കുറയുന്ന സമയത്ത് നമ്മൾ പിന്നെ ആദ്യം ഫാമിലി ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. കുഞ്ഞിരെല്ലാം എടുത്തു നേരത്തെ. അപ്പോൾ ഏട്ടനും ചേച്ചിയും കുഞ്ഞായിട്ടുള്ള ഫോട്ടോ ഇപ്പോൾ അത്ര എടുക്കുന്നത്. എന്നോട് എടുത്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എടുക്കാമെന്ന് പോയിട്ടൊക്കെ എൻ്റെ മുടിയാണ് ഫുള്ള് നനഞ്ഞിട്ട് ഫുള്ള് സീനായിരുന്നു. അപ്പോൾ എനിക്കെന്തോ ഫോട്ടോ എടുക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടാ. അവർ പിന്നെ ഫാമിലിയായിട്ട് എന്തായാലും എടുക്കട്ടെ വെച്ചിട്ട് ഞാൻ അങ്ങനെ അവരെയും കുറേ, അതായത് കുഞ്ഞിനെ കുറേ ചിരിപ്പിക്കാനായിട്ട് നോക്കി. അങ്ങനെ കുറച്ച് ഫോട്ടോസ് ആടുന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ ബീച്ച് സൈഡിലേക്ക് പോകാൻ വിചാരിച്ചു. ആടുന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കുക, കാരണം മഴയായതുകൊണ്ട് ആ ഒരു സൈഡിലേക്ക് പോയിട്ടേ ഉണ്ടായിട്ട്. അപ്പോൾ ആടുന്ന് എടുക്കാമെന്ന് വെച്ചിട്ട് പോകുമ്പോൾ കാണുന്നതാണ് അതിൽ ഓളെ കയ്യിലുണ്ടായാലും 3 ബലൂൺ, 2 ബലൂൺ ഇതാ മുകളിലേക്ക് പറഞ്ഞിട്ട് പോയി. പിന്നെ ഇനിയിപ്പോൾ അത് കിട്ടിയില്ല മനസ്സിലായി. അപ്പോൾ പിന്നെ നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നല്ല വിശക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ അവിടെ ഈ ഒരു പൊട്ടാറ്റോൻ്റെ ഈ ഒരു സംഭവം വാങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇത് വാങ്ങുന്ന ടൈം അവരങ്ങോട്ട് ബീച്ചിലേക്ക് നടക്കുക, അവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നിട്ട് അവരങ്ങനെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ വാങ്ങിയിട്ട് പൈസ എല്ലാം കൊടുത്ത് അങ്ങനെ പിന്നെ അതും വാങ്ങിയിട്ട് നേരെ അങ്ങോട്ടേക്ക് നടക്കാൻ വിചാരിച്ചിട്ട് പോയി. പിന്നെ ഇതേപോലെ സ്വീറ്റ് കോണും അത് കണക്കാട് ഐസ്ക്രീം അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതാണ് വാങ്ങിയത്. അങ്ങനെ അടുത്ത ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ചിട്ട് പോകാമെന്നുള്ളൊരു ഇതായി. അപ്പോഴേക്ക് തന്നെ ഒരു 6:30-7 മണിയെല്ലാം ആയിട്ടുണ്ടായിരുന്നു നമ്മൾ കാഞ്ഞങ്ങാടേക്ക് എത്തുമ്പോൾ. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ ഫുള്ള് ബ്ലോക്കും കാര്യം നമുക്ക് വേണ്ടി പാർക്ക് ചെയ്യാനായാൽ പോലും ഏടും ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിട്ടാ. അതുകൊണ്ട് ഇതായിരുന്നു അവസ്ഥ റോഡത്തെ. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ഒറിക്സിൽ തന്നെ പോകാതിരിച്ച് എപ്പോഴും പോകുന്ന പോലെ. അപ്പോൾ അത് ഒറിക്സിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടാകുമ്പോൾ കുറച്ചൊരു ആശ്വാസമായി, കുറച്ച് മഴയെല്ലാം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാന്ന് പറഞ്ഞത് ആവശ്യത്തിനാണെങ്കിലും മഴ ഇങ്ങനെ ഏടില്ലാത്ത മഴ വരും, ആവശ്യമില്ലാത്ത സമയത്താണെങ്കിൽ മഴ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യം നമ്മൾ ആവശ്യമെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ അങ്ങനെ ഒറിക്സിലേക്ക് കയറി. ഇനി എന്തെങ്കിലും കഴിച്ചാൽ മതി, അത്രയും ടയേർഡായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് നല്ല വിശപ്പോടെ നല്ലോണം ലേറ്റ് ആവുകയും ചെയ്തു. പിന്നെ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ പോയത് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ കയറിയിട്ടാകുമ്പോൾ തന്നെ എനിക്ക് എന്തായാലും മന്തി കഴിക്കണമെന്നുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് മന്തി. പിന്നെ കയറുമ്പോൾ എൻട്രൻസിലായിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ ഒരു ബോർഡ് ഇപ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെന്ന് തോന്നുന്നു. US അനിലബാൻ്റെ ഫുഡ് ഐറ്റംസ് ഇവിടെ ഇറ്റാലിയൻ ഡെസേർട്ട്സ് ഉണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്തായാലും സ്വീറ്റ് കഴിക്കാനുള്ളൊരു മൂടൻ ഐറ്റം ഉണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും മന്തിയോ റൈസ് ഐറ്റംസ് തന്നെ കഴിക്കണം എന്നുണ്ടായിനി. അതുകൊണ്ട് ഇനി അത് വേറെ ദിവസം ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ ഞാനത് കുറേ ആയി കഴിക്കണം എന്ന് വെച്ചാൽ ഇതുവരെ കഴിച്ചിട്ട്. എന്തായാലും ഞാൻ കഴിക്കുന്ന സമയത്ത് എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നേരെ വാഷ്റൂമിലൊക്കെ പോയിട്ട് കൈയെല്ലാം വാഷ് ചെയ്ത് അങ്ങനെ നമ്മൾ നേരെ പോയിട്ട് ഇരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. ഒറിക്സിൽ എപ്പോൾ പോയാലും നല്ല തിരക്ക്. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നീത്താർ എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ അലമ്പാക്കുന്ന പോലെ തന്നെ ഇടുന്ന ടേബിളിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഫുള്ള് ടിഷ്യൂം ഗ്ലാസ്സെല്ലാം വലിക്കൽ തന്നെയാണ് കേട്ടോ. പിന്നെ അതെല്ലാം പിന്നെ നമ്മളിങ്ങനെ മാറ്റി വെക്കുന്നത്. പിന്നെ ആ ഒരു ഗ്ലാസ്സൊക്കെ കിട്ടാനിട്ട് എന്നോട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ കൈയോട് കാണിക്കുന്ന എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റാർട്ടറായിട്ട് നമ്മൾ ചിക്കൻ പോപ്പോ അങ്ങനെ എന്തോ സംഭവം ലോലിപോപ്പ് ഇട്ട് ചിക്കൻ ലോലിപോപ്പ് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അത് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ലോലിപോപ്പ് വന്നിട്ടുണ്ടായിന്. അപ്പോൾ അത് ജസ്റ്റ് ഒരു പ്ലേറ്റ് ആകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിട്ട്. അപ്പോൾ അത് നമ്മൾ എല്ലാവരും കൂടി ഷെയർ ഇട്ട് കഴിച്ചു. അപ്പോഴത്തേക്ക് മന്തി വരുമല്ലോ വിചാരിച്ചിട്ട് പിന്നെ മന്തി ഫുൾ മന്തിയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മന്തി വേസ്റ്റ് ആവുമല്ലോ വെച്ചിട്ട് വേറൊന്നും നമ്മൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടറായിട്ട് ചിക്കൻ ലോലിപോപ്പ് മാത്രമേ പറഞ്ഞു. അങ്ങനെ ചിക്കൻ ലോലിപോപ്പൊക്കെ വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് എടുത്ത് ചിക്കൻ ലോലിപോപ്പ് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും നമ്മൾ പോയ സ്റ്റാർട്ടറായിട്ട് അത് എപ്പോഴും വാങ്ങലുണ്ട്. അപ്പോൾ അന്ന് ഈ ഒരു നിത്താരൻ ഈ ഒരു കളിയെല്ലാം കണ്ടിട്ട് അടുത്തൊരു സ്റ്റാഫായിട്ട് വന്നിട്ട് നമുക്ക് ഒരു ബേബി ടേബിൾ തന്നു. അത് നമുക്ക് ഭയങ്കര ഹെൽപ്പായിട്ടാണ്. അപ്പോൾ ഓക്ക് ബേബി ടേബിളിൽ ഇരിക്കാനൊന്നും ഭയങ്കര ഇഷ്ടമാണ്, കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വരുമ്പോൾ ദോശ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് അതിന് പുറത്തുനിന്ന്. അപ്പോൾ ആ ഒരു ദോശയാണ് കേട്ടോ ഓക്ക് കൊടുത്തത്. അപ്പോൾ അത് അവിടെ ഒറ്റയ്ക്ക് തന്നെ ഇരുന്നിട്ട് നല്ലപോലെ ഹാപ്പി ആയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ മന്തി വന്നിട്ട് നമ്മൾ മന്തി കഴിച്ചുകൊണ്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് അതിന്. എനിക്ക് തോന്നി ഇത് ഞാൻ വേറെന്തോ ഇതുവരെ കഴിക്കാത്തൊരു സുൽത്താനി മന്തി അങ്ങനത്തെ എന്തോ ഒരു മന്തിയാണ് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം പെരി പെരി മന്തി, ആ ഒരു അൽഫാം മന്തി അങ്ങനത്തെ ടൈപ്പാണ്. ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും എടുത്ത് ഫുഡ് ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ നല്ല. പിന്നെ ആ ഒരു ദോശ കഴിക്കാൻ പിന്നെ ഒക്കെ വിശക്കുന്നു മനസ്സിലായി. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ആടുന്ന് ഈ ഗീ റൈസ് ഉണ്ടല്ലോ അത് പ്ലെയിനായിട്ട് കിട്ടുന്നു പറഞ്ഞിട്ട് അങ്ങനെ അവർ കുറച്ച് ഗീ റൈസ് തന്നിട്ടുണ്ടായിന്. അപ്പോൾ അത് നീത്താരക്ക് പ്ലേറ്റിൽ ഇട്ടെടുത്തിട്ട് അതുപോലെ നല്ലതായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഈ റൈസ് ഐറ്റംസ് അതുപോലെ പ്ലെയിൻ ദോശയെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, നല്ലോണം കഴിക്കും. അപ്പോൾ അങ്ങനെ അതും കൊടുത്തു. അപ്പോൾ അതെല്ലാം ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് കുറേ എല്ലാം താഴെ വെതറിയിട്ട് പോകുന്നുണ്ട്.
കുറേയെല്ലാം കഴിക്കുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും ഓൾ ഇഷ്ടത്തിന് കംഫർട്ടിനനുസരിച്ച് കഴിച്ചോട്ടെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ വിട്ടു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പം പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഇപ്പം നമുക്ക് കുറച്ച് സാധനം വാങ്ങാൻ എൻ്റെ വീട്ടിലേക്കായിട്ട് കർട്ടനും കുറച്ച് ഡ്രസ്സ്. നേരെ നമ്മൾ ഫോട്ടോഗ്രാഫർ പയ്യന്നൂർ ആ ഭാഗത്തേക്ക് പോയി നമ്മൾ കാഞ്ഞങ്ങാട് ഭാഗത്തേക്കും വന്നപ്പോൾ നമ്മളുടെ കർട്ടനും ചവിട്ടിയെല്ലാം നോക്കിയാൽ പാടിന് ഇത് തന്നെയായിരുന്നു അവസ്ഥ. എല്ലായിടത്തും ഓടി കളിക്കുന്നുണ്ട്. ഇപ്പോൾ അതിന് ടൈം ഒരു 10-10:30 ആയിട്ടുണ്ട്. സൂര്യ ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും അവർ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നമ്മൾ പെട്ടെന്ന് തന്നെ സാധനമെല്ലാം എടുത്ത് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നേരെ വീട്ടിലേക്ക് പോയാന്ന് കേട്ടോ.